കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ കുട്ടച്ചാരോട് ഇന്ന് ഫോൺ ചെയ്ത് SNDP പോയിട്ട് വാ കേട്ടോ, SNDP പോയിട്ട് വാ. അല്ലല്ല, അപ്പം അവൻ നമ്മളോട് പറയുന്ന പോലെ SNDP പോയിട്ട് വാ എന്നിട്ട് അങ്ങോട്ട് ചെല്ലാനെന്ന്. അപ്പൊ അവനിങ്ങനെ ഡ്രാമ ഉണ്ടാക്കും. SNDP പോയിട്ട് വാ, ഇങ്ങനെ ഡ്രാമ ഉണ്ടാക്കുന്നത്. ഞാൻ പറയാം, ഞാൻ പറയും അപ്പൊ പറഞ്ഞു കൊടുക്കാം. പിന്നെ പറയാത്ത പോലെ അവനാണ് ഇങ്ങനെ ഒരു നടന്നോണ്ടിരിക്കും. അവന്റെ വീട്ടിലോട്ട് അന്ന് ഡ്രാമ എടുക്കുക. ഡ്രാമ 3 കോടി കിട്ടിയ പോലെ കിട്ടാൻ ഇങ്ങനെ ഡ്രാമകളെ തിരിക്കുക. ഇങ്ങനെ കള്ളു കുടിക്കണം 5-6 നേരം. കള്ളു കുടിച്ചേച്ച് ഇങ്ങനെ നടക്കണം പോലെ അതിങ്ങനെ നടക്കുക. കള്ളും കുടിച്ച് ചീത്തയും പിടിച്ച് നടക്കുക. നമ്മുടെ ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് വെച്ച് പല പല കഥകളും ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. അവനിങ്ങനെ കഥകൾ ഫോണിക്കൂടി ഇങ്ങനെ സംസാരിച്ചുമെല്ലാം കഥകളും ഉണ്ടാക്കി ഇരിക്കുക. അവർ ജോലിയില്ല, എല്ലാവരും ജോലി പഠിക്കുന്ന ചുറ്റിപ്പറ്റി കഥയുണ്ടാക്കി ഇരിക്കുക. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന് കുറെ അവമാനം. പഠിക്കുന്ന കഥയുണ്ടാക്കാൻ അവന് ജോലി. സുബ്രഹ്മണ്യൻ ഇങ്ങനെ ആരായിരുന്നു? സഭകളില്ലാതെ പോയതുകൊണ്ട് തന്തയായി മുന്നേ പോയി ഈ കൊച്ചിലെ മുന്നേ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യാമാനവന് ആരാണ് നടക്കുന്ന നമ്മളെ മുത് ചീത്ത വേണ്ടി ദിവസം വിളിക്കണം. മുത് ചീത്ത വിളിക്കണം. അവന്റെ വഴി നീ വലിയ പോടാ. നിന്റെ വലിയ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിൽക്കണം. പറ്റില്ലയോ വലിയ പോകുന്നതാണല്ല. പാലുകൊണ്ട് മറ്റേത് കൊണ്ട് എന്തെല്ലാം ചീത്തയാ വിളിക്കുന്നവന്. നീ വലിയ പോകുന്ന പോലെ നീ വലിയ പോടാ. നീ വലിയ പോകുന്നത് ഞങ്ങളെ പറയണം. നിന്റെ വഴി കാണിക്കുന്ന ഞങ്ങൾ നിന്റെ വഴി നാശപ്പെടുത്തുന്ന നിന്റെ വഴി കാണിക്കുന്ന സർക്കാരിന് പോകുന്നതിന്റെ അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 19 ലക്ഷം കേസ് പറഞ്ഞ ഒത്തുകൂടായിട്ടാണ് അവൻ നാളെല്ലാം നടക്കുന്നത്. നല്ല കേസ് കൊടുത്തേക്കാം. ഒരു മീറ്ററാണ് വഴി താമസപ്പെടുത്തുന്നത്. തോന്നിയാത്ത പറയുന്നു ചീത്ത പിടിച്ചേച്ച് വഴി എന്ന് പറഞ്ഞോണ്ട് ചീത്ത പിടിച്ചേച്ചാണ് മുഴി ചീത്തയില നമ്മളെ വിളിച്ചിട്ട് വഴി എന്ന് പറയുന്നു. അവന്റെ ഒരു ദാവറക്കലുണ്ട്. മുഴി ചീത്ത പിടിച്ചിട്ട് നമ്മളെ അനാവശ്യം പറയുന്നത്. വഴി ഇതിന്റെ വലിയ പോലെ അവനെ വഴി കൊടുത്തിട്ടുണ്ടോ? അവൻ ചക്രത്തിന് പോകാൻ പോകുന്നതല്ലോ. തൊണ്ടകാര്യം പിന്നെ പണി വന്നു. ക്യാമറ ഓഫീസും മറ്റേ ഓഫീസും അല്ലെങ്കിൽ കഥകളാ കോഴിക്കോട് നിന്ന് നാടകം ഉണ്ടാക്കലാ. SNDP പോയിട്ട് ഇവന്റെ കന്യാന്റെ വീട്ടിലാരാണ്ട് പോകുന്നു. സഹദേവത്തിന് വേണ്ടി ഞങ്ങൾക്ക് കിടക്കാൻ. എന്നാ കന്യാന്റെ വീട്ടിൽ ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. കന്യാന്റെ കുഞ്ഞാന്റെ നീയാണോ ഞങ്ങൾ കന്യാൻ നീ മലപ്പുറത്തുനിന്ന് സഹോദരിയുടെ വീട്ടിൽ ഞങ്ങളെന്താ വേടാ? ഞങ്ങളെ വിളിക്കാൻ പറ്റുന്നോ? നീ ഞങ്ങളെ ആരാടാ? കന്യാൻ ദിവസവും ചീത്തവിളി അവന്റെ വ്യഭിചാരിയോ വിളിക്കുകയല്ലയോ? ദിവസവും ചീത്തവിളിയും കൊണ്ട് നടക്കുന്നവൻ. SNDP ഓടിച്ച് എന്റെ റെക്കോർഡുണ്ടല്ലോ. SNDP നമ്മളെ ഓടിച്ചെന്ന് ഓടിക്കാൻ വരാതെ തോന്നുള്ളവർ ഈ മക്കളാ നമ്മളെ ഓടിച്ചത്. SNDP 2 ഗൂണ്ടകളാണ് ദിവസവും വരുന്നുണ്ട്. അവരെ ഓടിച്ചത് നമ്മളെ. റെക്കോർഡ് ചെയ്തോണ്ട് പിന്നെ തോന്നിയാസം തന്നെ പറഞ്ഞുണ്ടാക്കല്ലേ. എന്താ തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്നത്? വെച്ചാരി വിളിച്ചോണ്ട് വരിക. വെച്ചാരി ഇന്നാണ് നമ്മളെ വെച്ചാരി തോന്നിയാസം എടുക്കുന്നവൻ എങ്ങാട്ടൊന്ന് വന്ന് മലപ്പുറത്തുനിന്ന് സർക്കാർവാലിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ വേണം? ഇവനാരാ ഇവിടുത്തെ? പിന്നെ കാലുമുണ്ടായിട്ട് ഇവൻ ഇങ്ങോട്ട് കയറിയാല് ഇവനാരാ ഇവിടുത്തെ? ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തോന്നിയാസം കഥയുണ്ടാക്കുന്നോടാ.
കണ്ടപ്പോ പണ്ടായിരുന്നു. ചേച്ചി വെച്ചിട്ടില്ല ഇന്ന് വരെ. ഇവിടെ കണ്ട ആണുങ്ങളെ ഇന്ന് വരെയും കയറി വെച്ചിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞങ്ങളങ്ങനെ കണ്ട ആണുങ്ങളെ പോയിട്ടുള്ളതല്ല. ഞങ്ങളങ്ങനെ കണ്ട ആണുങ്ങളെ ആണുങ്ങളെ കയറ്റി കടയവസ്ഥയാണ് അവന്മാർ വരുന്നത്. ഇവന്മാരൊക്കെ അവിടെ അപ്പോഴത്തെ ആണുങ്ങളെ കയറ്റി വെച്ചോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലാണ് ഇവന്മാർ വരുന്നത്. അതിന്റെ ആണുങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നോ? ഊഞ്ഞാട്ട് എടുക്കുന്നു. ഈ നാട്ടിലുള്ള അമ്മമാരൊക്കെ വേറെ വീടുകളിലാണ് കയറി പോകുന്ന കാണുന്നത്. ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വേറെ പോകുന്നൊക്കെ കാണാതിരിക്കാൻ വലിയ കൈനാമതി വെള്ളം കെട്ടി വെച്ചിട്ട് നമ്മുടെ വീട്ടിലാണ് എന്തൊരു പെണ്ണുനാൾക്ക് ഈ പോകുന്ന എപ്പോഴോ പെൺപിള്ളാർക്ക് ഡോക്ടറായിട്ട് മാറുന്നത്. ഇങ്ങനെ പറഞ്ഞ കഥകൾ ഉണ്ടാക്കുന്നത്. പെൺപിള്ളാരെ കുറിച്ച് ആളുകൾ എല്ലാം പറഞ്ഞ പറഞ്ഞ കഥകൾ ഉണ്ടാക്കുന്നത്. എന്തൊരു ലോകമാണ് ഇത്. നടക്കുക ജോലിയും വേല ഇല്ലാതെ കണ്ട നാളുകൾ വാരിനോക്ക് വേണ്ടി നടക്കുക. നിങ്ങളെ കുറിച്ച് കഥ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ട പറഞ്ഞൊക്കെ കഥ ഉണ്ടാക്കാണ്. ഇതിന് കുറെ ഒന്നും ഇരിക്കുകയോ വിളിക്കുമ്പോഴത്തേന് വരുന്ന കുറെ അമ്മാരിങ്ങനെ ഇരിക്കുക. അവിടെ ഇവിടെ എല്ലാം ജോലിയും വേല ഇല്ലാതെ കുറെ അമ്മാരിങ്ങനെ കിടക്കുക. അവിടെ ഇവിടെയൊക്കെ കിടക്കുക. ഇങ്ങനെ കുറെ അമ്മാര് ജോലിയും വേലയൊന്നും ഇല്ലാതെ ഇഷ്ടംപോലെ ആണുങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇങ്ങനത്തെ ക്രിമിനലുകൾ അറിയിക്കട്ടവന്മാര് ഇൻഷുറൻസ് മോഷണക്കാർ ഇങ്ങനെ കിടക്കുക. വേറെ ജോലിയും വേലൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വ്യഭിചാരക്കഥ ഉണ്ടാക്കുക പിന്നെ ഫോണിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. വ്യഭിചാരക്കഥ ഉണ്ടാക്കുക. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുഴുവൻ ശല്യം. ക്രിമിനലുകൾ നടക്കുക. ഇങ്ങനെ ക്രിമിനൽ മയക്കുന്ന സാധനവും പലതുമായിട്ട് പല സാധനങ്ങൾ മരിച്ചു വേണ്ടിയിട്ട് ജീവിക്കട്ടെ. എല്ലാം ജീവിക്കുന്നു. ജോബ് ലോക്ക് അതുപോലെ ഇൻഷുറൻസ് കഥകളാ. പെണ്ണുങ്ങൾക്ക് ജീവിക്കേണ്ട കുറെ അമ്മാരിക്കും നടക്കുക. അങ്ങനെ ജോലി കാര്യമൊന്നും ഇല്ലാതെ കയറി ഇരിക്കുക. ഓരോ വീടുകളിൽ വന്ന് കയറി കിടക്കുക ഇരിക്കുക. കുറെ കാലം ജീവൻ പൂർവ്വമായിട്ട് ജോലി വരും. അമ്മ ഈ മാറന്നാറിയാ ന്യൂസ് കുടിച്ചപ്പോ ഞാനും കുടിച്ചിട്ടില്ല. ചോദിച്ചാൽ എന്റെ കയ്യിലെടുത്തിട്ടില്ല. കണ്ടവന്മാരെ അവരെ വിളിച്ച് കയറ്റി ഇരുത്തിയിട്ട് നമ്മളെ വിളിക്കുന്നത് വിചാരി എന്താ രോഗമാണോ? കണ്ടവന്മാരെല്ലാം അവിടെ വിളിച്ച് കയറ്റി ഇരുത്തി കിടത്തി ഉറക്കിയേറ്റ് ഇവിടെ കാറും കൂറും ഒക്കെ ആയിട്ട് കുറെ അമ്മമാർ അവിടെ കയറി വന്നിട്ട് കിടന്ന് ഉറങ്ങുക ജോലി. എന്നിട്ട് നമ്മുടെ വീട്ടിൽ കണ്ടവന്മാർ വരുന്നത് ഇതൊന്നും കാറും കീറും കൂറും ഒന്നുമില്ല. ഇവിടെ കാവേരി വരുന്നില്ല, വെക്കലും വരുന്നില്ല, ഒന്നും വരുന്നില്ല. കാവേരി ജീവനും ചൂടാനും ഒന്നും വരുന്നില്ല. മറന്നു വരുന്നില്ല. നോക്കെ എന്തുമാത്രം അടുക്കളയില്ല. ഞാൻ കണ്ടു